ഇപ്പോൾ പി കെ ബിജു മാധ്യമങ്ങളെ കാണുന്ന തത്സമയം. വിവാദ പരാമർശമാണ് എ വിജയരാഘവൻ ഇന്നലെ പൊതുയോഗത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഉചിതമാണോ? ഇല്ല, ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൻ്റെ ഉദ്ദേശം തന്നെ വ്യക്തമാണ്. കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ പരമാവധി ദുർബലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആദ്യം എന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് നോക്കിയത്. അതിനുശേഷം ഫേസ്ബുക്ക് വിവാദവും, അങ്ങനെ വിവാദങ്ങളെ കൊഴിപ്പിച്ച് ഇന്ന് കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം പറയാൻ മടിക്കുകയാണ്. BJP രാജ്യത്ത് അധികാരത്തിലിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രാജ്യത്ത് വർഗീയ ശക്തികളുടെ ഭരണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണിത്. ആ രാഷ്ട്രീയം പറയാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ കപ്പിത്താനായ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ മത്സരിക്കാതെ അവിടെ നിന്ന് വന്ന് വയനാട്ടിൽ മത്സരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് കോൺഗ്രസ് മുമ്പത്തേക്കാൾ ദുർബലപ്പെട്ടിരിക്കുമെന്നാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാനാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ആലത്തൂർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ഡലമാണ്. വൈകാരിക വിഷയങ്ങൾ ഉയർത്തി ആലത്തൂരിലെ ജനമനസ്സിനെ മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് 2 തെരഞ്ഞെടുപ്പ് അനുഭവം ഇവിടെ തെളിയിച്ചതാണ്. ഈ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും ചരിത്ര ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകുന്ന വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ചോദ്യം അതല്ല, ഇന്നലത്തെ പൊതുയോഗത്തിൽ എ വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പരാമർശമാണ്, അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നലത്തെ പൊതുയോഗത്തിൽ വിജയരാഘവൻ നടത്തിയ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് വേറെ മറുപടി പറയാനില്ല. അദ്ദേഹം തന്നെ ആ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയിട്ടുള്ള വീഡിയോ ലഭ്യമായിട്ടുണ്ട്. അതിലൊരു പരാമർശവും ഇതുമായി ബന്ധപ്പെട്ടില്ല. വൈകാരികമായി ഇത്തരം വിഷയങ്ങളെ കുത്തിപ്പൊക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് രാഷ്ട്രീയം ആലത്തൂർ പറയാനില്ല. ഇതൊരു രാഷ്ട്രീയ മണ്ഡലമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇനിയെങ്കിലും പറയാൻ അവർ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് UDF ഉള്ളത്. അതെല്ലാം അവരുടെ തീരുമാനയുക്തമായ തീരുമാനം അവരെടുക്കട്ടെ. ഇതിനകത്ത് ഒരു കാര്യം, ഈ വിവാദം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരല്ലല്ലോ. ഇത് ആദ്യം ഒരു പ്രസ്താവന വന്നത് LDF കൺവീനറുടെ ഭാഗത്ത് നിന്നാണ്. സ്വാഭാവികമായിട്ട് ഈ വിവാദം ഉണ്ടാക്കിയത് അപ്പോൾ LDF കൺവീനറാണോ എന്നാണ് അങ്ങ് ആദ്യം പറഞ്ഞത്? അല്ല, വിവാദം ഇപ്പം അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വൈകാരികമായ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ UDFനോ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അങ്ങയുടെ പ്രചരണത്തിലുള്ള നമ്മളെല്ലാം വന്നതാണ്. പക്ഷെ അങ്ങ് വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുകയും നിലപാട് പറയുകയും ചെയ്യുന്നു. അത് തുടക്കം മുതൽ. പക്ഷെ വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ വീഡിയോ അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമാണ്. രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ പോയി സന്ദർശിച്ചു എന്ന ദുർവ്യാഖ്യാനം ഒരു ദുസ്സൂചന നൽകിയിട്ടാണ് ആ പരാമർശം. ഞാൻ ആ വീഡിയോ കണ്ടതിനകത്തൊന്നും UDF സ്ഥാനാർത്ഥിയുടെ പേര് ഒരു സ്ഥലത്തും പരാമർശിക്കുന്നത് കണ്ടിട്ടില്ല. മറിച്ച് അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനങ്ങൾ UDFനെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താനാണ്. പക്ഷേ ആദ്യം എന്നെ വ്യക്തിപരമായ ആക്രമണമായിരുന്നു. അതിനുശേഷം ഇടതുമുന്നണിയെ ആക്രമിക്കുകയാണ്. ഇനി CPMനെ ആക്രമിക്കാൻ അടുത്ത ഘട്ടത്തിൽ തുടങ്ങും. അതിനെല്ലാം നേരിടാനുള്ള രാഷ്ട്രീയമായ പ്രബുദ്ധത ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. LDF സ്ഥാനാർത്ഥിയാണ് വിജയരാഘവന്റെ വിവാദ പരാമർശത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം. ചോദിച്ച ചോദ്യങ്ങൾക്കല്ല അദ്ദേഹം ഉത്തരം നൽകിയത്. എന്നാലും അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങൾ എന്ന് പറയുന്നു. ഏതായാലും വരും മണിക്കൂറുകളിൽ നന്നായി വിയർക്കേണ്ടി വരും LDF ഈ പരാമർശത്തിന് മുകളിൽ എന്ന് വ്യക്തമാണ്.